ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു സ്നാക്കായിട്ട് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതേ രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. തിക്നെസ് കുറച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ ഈ ഒരു പാകത്തിൽ. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു കപ്പിന് തന്നെ 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടിച്ചൊക്കെ എടുത്തതിന് ശേഷം ഈ ഒരു പാകത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടാണ് കേട്ടോ ഉള്ളത്. അതുപോലെ തന്നെ ജാറിൻ്റെ അടിഭാഗത്തായിട്ട് ഇത്തിരി കട്ട പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതേപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂണിൽ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് കേട്ടോ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ലൂസിലാണ് കേട്ടോ നമ്മൾ ബാറ്റർ ആക്കി എടുക്കുന്നത്. ഇനി നമുക്കൊരു പാൻ ചൂടാകാൻ വേണ്ടിയിട്ട് വെക്കാം. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് കേട്ടോ നമ്മളിത് ചുട്ടെടുക്കുന്നത്. വളരെ നേരിയ രീതിയിൽ തന്നെ ഒന്ന് മാവ് പരത്തി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത്തിരി തേങ്ങയും അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ തേങ്ങയും പഞ്ചസാരയും ഒരുമിച്ച് വേണം കുഴച്ചിട്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത്തിരി നെയ്യൊന്ന് തടയി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കൊരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതേ രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. ഇനിയിപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് 5 എണ്ണം വരെ നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ കറുത്ത പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊന്നും അധികം ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇതേ രീതിയിലൊക്കെ നന്നായിട്ട് പഴുത്ത പഴം ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴം തന്നെ ഈ ഒരു രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണേ. റോൾ ചെയ്തിട്ട് ഇതേ രീതിയിലാണെങ്കിലും കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ മുറിച്ചിട്ടായാലും കഴിക്കാം കേട്ടോ. ഉള്ളിലുള്ള ആ ഒരു പഴത്തിൻ്റെയും തേങ്ങയുടെയും ഒക്കെ ഫില്ലിങ് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.